നിന്റെ അടുത്ത ആഴ്ച ഇടാതെ ഞാൻ സ്ലോട്ടില് എല്ലാവരുടെ കൂടെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. നമുക്കിപ്പോൾ കറണ്ട്ലി റൊട്ടേഷനിൽ 6 പ്ലേയേഴ്സ് ആണ്. 6 പ്ലേയേഴ്സിനെ റൊട്ടേറ്റ് ചെയ്താണ് നമ്മൾ വീക്കിലി കളിക്കുന്നത്. അത് നിങ്ങൾ എപ്പോഴും ഇത് വേണം. നിങ്ങൾക്ക് ഓഡിയൻസിന് എങ്ങനെ ഒരു ബാഡ് ആവാൻ പാടില്ല. നീലനെ ഈ ആഴ്ച ഇത് ചെയ്തിട്ടതെന്ന് പറഞ്ഞാൽ നാളെ വരെ അവന് ബാനാ. ഇന്നെന്താ വെള്ളിയാഴ്ചയാണോ? ഇന്ന് രാത്രി വരെയാണെന്ന് തോന്നുന്നു. അല്ലല്ല, ഇന്ന് ഇതായതുള്ളൂ. വെള്ളിയാഴ്ച രാത്രി 12 മണി വരെ അവന് ബാനാ. ഇതിന്റെ കോഡ് തപ്പാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വണ്ടി കിട്ടി. എല്ലായിടത്തും ഉണ്ട് ഈ വണ്ടി. അപ്പൊ ഉണ്ടോ? എന്നാ പിന്നെ ബാൻ എന്തിനാ? അവന് ബാൻ കിട്ടിയത് കഴിവർ റമോനെ എന്ന് വിളിച്ചതിന്. പോച്ചക്കകത്തുള്ള കഴിവർ റമോനെ അടിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു കോൾ കൊടുത്തായിരുന്നു. അപ്പൊ ഇവിടെ കഴിവർ റഹ്മാൻ എന്ന് പറഞ്ഞ പേരന്റൽ അബ്യൂസ് ആയതുകൊണ്ട് ബാൻ കിട്ടി. അത് അവന്മാര് വലിച്ചു കൊടുത്തു ഈ ശ്രദ്ധ അതിനൊക്കെ. എന്താലേ തട്ടാൻ വേണ്ടി വരല്ലടാ. ഓടിക്കടാ വണ്ടി. അണ്ണാ മാർക്ക് ചെയ്ത് പോണേ. അതെ മാർക്ക് ചെയ്യുന്നുണ്ട്. കാണുന്നില്ല മാർക്ക് കാണാമോ? എടാ സിറ്റിയിൽ നീ സെയിം സ്ഥലം തന്നെയാണോ നോക്കുന്നേ? നമുക്ക് നോക്കാം, മാറ്റ് എവിടെയെങ്കിലും തൽക്കാലം പെട്ടതാ. കുറച്ചേ ഞാൻ പറയണത്, കുറച്ച് ഈ സിറ്റി സൈഡ് ആള് വരാത്ത ഒരു സ്ഥലം മതിയടാ. അതാണ് നമുക്ക് നല്ലത്. അല്ല ഇതിപ്പോ തൽക്കാലം നമുക്ക് വേറെ കുറച്ചൊരു സെറ്റാക്കി പോണേ. ഇവിടുന്ന് റൈറ്റ് സൈഡ് കോമൺ വണ്ടിയിൽ പോണത് ആരാ? ഇതാണോ നീ പറഞ്ഞ ചെറിയ സെറ്റപ്പ് എന്ന് പറഞ്ഞത്? അതെ ചെറുതായിട്ട് ഐശ്വര്യ ചാൻ കേറല്ലേ? ഐശ്വര്യമായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ കേറ കേട്ടാ. കേരളയുടെ വെയിറ്റ് ചെറിയൊരു ഈശ്വര പ്രാർത്ഥന. അപ്പം എല്ലാരും അതൊന്നും അറിയത്തില്ല. അപ്പം നമുക്ക് ഈ ഒരു നല്ല സംരംഭം തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് ഒരു ഈശ്വര പ്രാർത്ഥനയിൽ ആരംഭിക്കാം. അഖിലാണ്ട മണ്ഡല മണിച്ചോരുക്കി പറ. അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി മാത്രം നടക്കണേ. തൊട്ടപ്പുറത്തുള്ള ഏത് ബിസിനസ് പോയാലും നമ്മളെ ബിസിനസ് ജയിക്കണേ. അപ്പൊ നമ്മുടെ ഈ ഒരു സംരംഭം വളർന്ന് വലിയൊരു സംരംഭം ആവട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ നമുക്ക് ധൈര്യത്തോടു കൂടിയല്ല, എന്താ പറയാ, നാളെ തൊട്ട് ഓയാ കഴക്കൂട്ടാന്ന് വിചാരിക്കുമ്പോ ഇത് നാളെ നോക്കുമ്പോ ഓയാ കഴക്കൂട്ടും ആക്കിയാൽ കാര്യം പറഞ്ഞേക്കാ. ഓക്കെ വലത്തേക്കാലം ആ ഇടത്തേക്കാലം ഇരിക്കാനുള്ള എല്ലാരും ഉണ്ട് കേട്ടാ. അപ്പാപ്പനാണല്ലേ എല്ലായിടത്തും. നമ്മുടെ ഒരു ഫോട്ടോ വെച്ചില്ലല്ലോ. അപ്പാപ്പനാണല്ലോ എല്ലായിടത്തും. അണ്ണാ ഇത് അപ്പാപ്പനാണ് എല്ലായിടത്തും. ഇതിലേക്ക് ഉണ്ടായ മതി. ഇത് കിട്ടില്ലല്ലേ?
ഇത് അപ്പാപ്പന്റെ സീറ്റാ, അതല്ല അപ്പാപ്പന്റെ ഫോട്ടോ സൈഡ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പാപ്പനെ അതിലില്ല കേട്ടോ, അതുകൊണ്ട് അപ്പാപ്പനെ സെപ്പറേറ്റ് ആയിട്ട് അല്ല വെച്ചു. ഇത് അണ്ണന്റെ ഓഫീസ് മുകളില. ഇത് മേളിലോട്ടോ ഇനി ഇത് ജോക്കിയുടെ ഓഫീസാണോ? അണ്ണുവിനിപ്പൊ താഴെയാക്കി കഴിഞ്ഞാലോന്ന് പറഞ്ഞു. ഇതാണോ നീ ചെറുതെന്ന് പറഞ്ഞത്? ആ ഫോട്ടോ എടുത്തെടുത്ത് മാറ്റി. അണ്ണു വന്നിട്ട് പറയും അണ്ണുവിന് താഴെ അണ്ണൻ നല്ല മേളിൽ. സ്പേസ് ഉണ്ടല്ലേ, ഓടിക്കളിക്കാനുള്ള സ്ഥലം. ഓ ഇതാണ് അണ്ണന്റെ. ഇത് ഭയങ്കര സിമ്പിൾ ആൻഡ് കിടിലൻ ഡിസൈൻ ആണ്. അണ്ണൻ സിമ്പിൾ ആയോണ്ടല്ലേ. പോയടാ എന്റെ കാര്യം മാത്രം എന്താ ഇങ്ങനെ നടക്കണേ? പരിപാടി ഇവിടെ നടത്തണം. ഓ ഓക്കെ നോക്കട്ടെ. നാളത്തെ ബിസിനസ് മീറ്റിംഗ് പരിപാടി നമ്മൾ ഇവിടെ ആയിരിക്കും നടത്തുന്നത് കേട്ടാ. അപ്പൊ തറയിലിരിക്കണോ നമ്മള്? നിങ്ങൾ ഇരിക്കണ്ടല്ലോ, നമ്മളല്ലേ ഇരിക്കണേ. അവിടെ ഒരു ഫോട്ടോ ഉണ്ട്. നോക്കട്ടെ. ഈ ഫ്രെയിം തറയിലിരിക്കണതാണ് പറയണേ. എടാ നമുക്ക് സ്ക്രീൻ എവിടെ ആയിട്ട് വെക്കാനാണ് പ്ലാൻ? സ്ക്രീൻ ആരുടെ ഫ്രണ്ട്? നിങ്ങളുടെ ഫ്രണ്ടിലായിട്ട് ഇവിടെ അല്ല, നാളെ ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാനുള്ളതൊന്നും ഇല്ല. 3 പേര് വരുന്നു, കഥ തുറന്നു വരുന്നു, പ്രസന്റ് ചെയ്യുന്നു, പോണു, അടുത്ത 3 പേര്, ബാക്കിയൊക്കെ ഡിസ്കഷൻ ഒക്കെ താഴെ. നാളത്തെ സീനാണല്ലോ ഞാൻ. നാളെ തന്നെ ഇത് മറ്റേ കാര്യം പറയോ ഇവരെടുത്ത്? അത് അവർക്ക് എളുപ്പമായിരിക്കും നാളേക്ക് ചെയ്യാനായിട്ട്, ഐഡിയ കിട്ടും. നീ റെഡി പറഞ്ഞു. കേക്കണ്ടോ? ഹലോ. അപ്പൊ നാളെ നമുക്ക് താല്പര്യം ചെയ്യാനായിട്ട് ഇപ്പൊ ബിസിനസ് ഐഡിയ നിൽക്കുവാണെങ്കിൽ ഒരു ഫോട്ടോ ആയിട്ട് അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് വന്നാൽ നമുക്ക് സ്ക്രീനിൽ സെറ്റ് ചെയ്യാം. കുറച്ചും കൂടി ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് PPT മനസ്സിലായോ? സ്ലൈഡ് അങ്ങനെ ഞാൻ പഠിച്ചിട്ടില്ല. അപ്പൊ എല്ലാരും ബെസ്റ്റ് ഐഡിയ ആയിട്ട് വരാം. സ്ലൈഡ് വീഡിയോ ആക്കി കൊണ്ടുവരണതാ പറഞ്ഞത്. വീഡിയോ ആക്കി കൊണ്ടുവരണം സ്ലൈഡ്. നിങ്ങളെ തെളിവിളിക്കാനായിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങിയത്. സെറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ നോക്കിട്ട് ചെയ്യാം. ഞങ്ങള് കപ്പിയുടെ വിജയമാ. അത് നന്നായിരിക്കും. എന്റെ ഒരു ഐഡിയ ഉണ്ട്, ഞാൻ ബത്തുവിനോട് പറഞ്ഞപ്പോ. ഇതാണ് സാധനം. അപ്പൊ ഇത്രേ ഉള്ളു. ചെറിയൊരു സെറ്റപ്പാണ് നമ്മുടെ. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് എല്ലാവർക്കും ലോഡ് ആവുന്ന രീതിയിലത്തെ കുറച്ച് സിമ്പിൾ ആയിട്ടൊരു സാധനം അവനോട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അവനൊരു 2-3 ദിവസത്തിൽ ചെയ്ത പരിപാടി ചെയ്ത്. 3 ദിവസത്തിൽ ചെയ്തൊരു ഇരുന്നല്ലേ മാനേജർ ആയല്ലേ അപ്പൊ. ഞാനും വിളിച്ചോട്ടെ അണ്ണാ, അവൻ ഒറ്റയ്ക്ക് ആവണ്ടായല്ലോ. നീ ധൈര്യമായിട്ടിരുന്നു. ഗൈസ്, ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്, ഇത് ഇവിടെ തന്നെ വേണോ അതോ കുറച്ചും കൂടി ഉള്ളിലോട്ടുള്ള സ്ഥലം പിടിക്കണോ? ഇവിടെ നോക്ക്, ഇത് ഈ ഏരിയ കണ്ടോ? ഇതാണ് ഏരിയ. ഇവിടെ തന്നെ മതിയെങ്കിൽ നമുക്ക് വേണം ഇവിടെ തന്നെ വെക്കാം. ഇതാകുമ്പോ എല്ലാവർക്കും അക്സസിബിൾ ആണ്. അപ്പാപ്പ കേക്കോ? അപ്പാപ്പ ഉണ്ടല്ലോ, അപ്പുക്കുട്ടനാണല്ലോ. അത് അപ്പാപ്പനല്ല, അപ്പുക്കുട്ടനായിരുന്നല്ലേ. നിഞ്ച, നമുക്കിത് ഇവിടെ തന്നെ വെച്ചാലോടാ. അങ്ങനെ സെറ്റ് ആക്കാം. നമുക്കാണെങ്കിൽ കംപ്രസ് ചെയ്ത് നല്ല രീതിയിൽ കംപ്രസ് ചെയ്തിട്ട് ഇവിടെ സെറ്റ് ചെയ്യാം. അധികം ലോഡില്ലാത്ത രീതിയിൽ. അല്ല, ഇവിടെ ഡീലർഷിപ്പ് വല്ലതും ഉണ്ടോ ഇവിടെ? അപ്പാപ്പ ഇവിടെ തന്നെ വെക്കാൻ പറ്റുമോ? സീനൊന്നുമില്ലല്ലോ. വലിയ ഇഷ്യൂസൊന്നുമില്ല. അല്ല, ഞാൻ വേറെ ഇവിടെ ആവുമ്പോഴേ എപ്പോഴും ഭയങ്കര റഷ് ആവൂലേ, ആൾക്കാരൊക്കെ ഒരുപാട് ഉണ്ടാവൂലേ എപ്പോഴും. അതും ചാൻസ് ഉണ്ട്. എന്നാ നമുക്ക് പലേട്ടോ പിടിച്ചാലോ? പലേട്ടോ അല്ലെ സാൻഡി? ആക്കാം, പക്ഷെ ഈ മാപ്പ് ഇതേപോലെ അങ്ങോട്ട് വെക്കാൻ പാടായിരിക്കും. ആണോ? എടാ, പലേട്ടോയിൽ എവിടെയെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നിനക്ക് വെക്കാൻ പറ്റി? പലേട്ടോ സൈഡ് ഇതുപോലെ തന്നെ ഇരിക്കും. ഈ ഒരു ഇതിപ്പോ ഒരു നല്ല ഒരു ഭയങ്കര ബ്ലെൻഡ് ആയിരിക്കുന്ന ഒരു മറ്റേ SRR അപ്പുറത്ത് കുറച്ച് പറമ്പ്. അല്ലെങ്കിൽ ഇത് അധികം ലോഡ് അതുകൊണ്ടല്ല നിഞ്ച, ഇവിടെ ക്രൗഡ് കൂടുതലായിരിക്കും, മനസ്സിലായ? പീടി വെട്ടിട്ട് ഇത് വെച്ചൂടെ? ഇത് നമ്മള് കാര്യം എന്താന്ന് പറയട്ടെ, നമ്മൾ അവിടെ ഈ റാൻഡം സിറ്റിസൺസ് ഒക്കെ ഈ RP ഇടയിൽ വന്നോണ്ടിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ശോകമാവും.
അപ്പം നമുക്കൊരിക്കലും അവരുടെ അടുത്ത് മെറ്റയടിച്ച് വന്നതാണെന്നോ അല്ലെങ്കിൽ ഒന്നും പറയാനും പറ്റത്തില്ല. കാരണം ഇത് കോമൺ ഏരിയയാണ്. മറ്റേ നമ്മൾ ഈ ഗ്യാങ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത്, ഗ്യാങ്ങിൻ്റെ എന്തെങ്കിലുമൊക്കെ നടത്തുന്ന സമയത്ത് ഈ വഴിയെ പോണവരെല്ലാം അതിൻ്റെ അടുത്തോട്ട് വന്നാൽ ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക്, മനസ്സിലായ? അവരുടെ ബഹളവും അവരുടെ ഇതും എല്ലാം ഉണ്ടാവും. പിന്നെ വണ്ടിയുടെ ബഹളം അതും ഇതും എല്ലാം. അപ്പോൾ കുറച്ചും കൂടി ഉള്ളിലോട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾ വേറെ ഗ്യാങ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ഇതാക്കുമ്പോഴെല്ലാം അങ്ങനത്തെ ഒരു സെറ്റപ്പ് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. നിഞ്ച ഡോർ ലോക്ക് കൊണ്ടുവരാൻ പറ്റുമോ? നിഞ്ച പറ്റിയൊരു അടിപൊളി സ്ഥലമുണ്ട് നിഞ്ചാടാ. ആ ക്വാർട്സ് ബിൽഡിംഗ് ഇല്ലേ, ക്വാർട്സ് ബിൽഡിംഗ്, കോട്സ് ബിൽഡിംഗ് ആക്കുവാണെന്നുണ്ടെങ്കിൽ പാർക്കിങ് നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ തൊട്ടടുത്ത് അവിടെ വെച്ച വല്ല സിറ്റുവേഷൻ ആയി കഴിഞ്ഞാൽ പറഞ്ഞെത്ത ആൾക്കാർക്ക് മുതുക്കെടുത്ത് എല്ലാം നമ്മള് ഗ്യാങ് ഹൗസിന്റെ അടുത്ത് വേണ്ട. നമ്മൾ ഈ ഗ്യാങ് ഹൗസ് പരിസരത്തൊന്നും അല്ലാതെ നമുക്ക് മാറി കുറച്ചൊക്കെ ഒന്ന് നടക്കാനൊക്കെ വേണ്ടിയിട്ടാണ് വലിയ സ്റ്റേഡിയം. ഇല്ല, ഞാൻ പറയാം, പലേറ്റോ സൈഡ് നോക്കും. ഇവിടെ നല്ല രസമാണ്. പലേറ്റോ സൈഡ് നോക്കിയിട്ട് ഏതെങ്കിലും എടുത്ത് പ്രോപ്പർ ആയിട്ട് ഇതാവുമെങ്കിൽ നീ എന്നോട് പറ. നമുക്ക് ബെറ്റർ ഏതാ നോക്കിയിട്ട് അതങ്ങനെ ചെയ്യാം. അതുപോലെ ലോക്ക് ടി വി റോളുള്ളവർക്ക് മാത്രമേ ഇത് തുറക്കാൻ പറ്റുന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുമോ? അത് പറ്റുമോ? ഒരു അടിപൊളി സ്പോട്ട് ഉണ്ട്, എനിക്ക് മനസ്സിലായി. നിഞ്ച, നിനക്ക് ഇത് MLO അല്ലേ? ഇത് വൈമാപ്പാട് അടിക്കാൻ പറ്റുമോ? അടിക്കാം, പക്ഷെ ഭംഗി ഉണ്ടാവില്ല. അല്ല, ഭംഗി എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ഞാൻ വേറെ ഐഡിയ പറഞ്ഞുതരാം. ഇത് ചെറുക്കൻ നല്ലത് ചെയ്ത് എന്തോ ഞെക്കി പൊട്ടിക്കാനുള്ള പരിപാടിയാണെങ്കിൽ വേണ്ട. ആ ചെറുക്കൻ കുത്തിയിരുന്ന് പണിത് നീ നശിപ്പിക്കണം കേട്ടാ. ഇതുവരെ ഞാൻ പറഞ്ഞു കൊടുത്ത ഐഡിയ എല്ലാം ക്ലിക്കാണ്, അറിയാവോ? എല്ലാം ടോപ്പ് നോച്ചാ ഇട്ട പേരും. ഓക്കെ, അപ്പൊ പ്ലാൻ അനുസരിച്ച് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ചെയ്യാം, സെറ്റ് ആക്കാം. എടാ, അപ്പൊ നാളെ ആരും മറക്കരുത്. നാളെ 10 മണിയാകുമ്പോ എല്ലാം 30 എണ്ണം ഇവിടെ ഉണ്ടാവണേ. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ബാൻ ഉള്ളവർക്കൊക്കെ നാളെ ഇത് ചെയ്യാൻ വേണ്ടി ഇവിടെ കയറാൻ പറ്റൂല. നമുക്ക് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് മറ്റേ സെർവറിൽ ഒരുപാട് ക്രൗഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ നമ്മളൊരു സാധനം കയറ്റിയെന്ന് കരുത്, അതിലിപ്പോ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായെന്ന് കരുത്, നമുക്കൊന്ന് റീസ്റ്റാർട്ടോ അല്ലെങ്കിൽ അതൊന്ന് മാറ്റാനോ ഭയങ്കര പാടായിരിക്കും. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോ വേണമെങ്കിലും ചെയ്യാൻ പറ്റും, സ്വസ്ഥമായിട്ട് RPയും ചെയ്യാം. നമുക്കിപ്പോ സിറ്റിസൺസിനെ എല്ലാം ഇൻവോൾവ് ചെയ്യേണ്ടതെല്ലാം അവിടെ തന്നെ ചെയ്യാം. അല്ല, നമ്മുടെ ഗ്യാങ്ങിന്റെ അകത്തുള്ള എല്ലാം വേണമെങ്കിൽ നമ്മുടെ 3 പേരെ ബിസിനസ് ഐഡിയ എപ്പോഴാ സെറ്റ് ചെയ്യണ? അല്ല, നാളെ പറഞ്ഞാൽ മതി, ഇപ്പൊ പറയണ്ട. അപ്പൊ നിഞ്ച ഒന്ന് വന്നേ. നിഞ്ച നിഞ്ച അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത ഡ്യൂട്ടി നീ പയ്യെ ചെയ്താൽ മതി, ധൃതിയും പ്രഷറൊന്നും ഇല്ല. അടുത്തത് നമുക്ക് അണ്ടി ഫാക്ടറി, അതിന്റെ ഡ്രീം പ്രൊജക്റ്റാ. അത് കുറച്ച് വലുപ്പം വേണം. പ്രൊഡക്ഷൻ യൂണിറ്റ്, ഓഫീസ്, ഉറപ്പല്ലേ? എന്ന് പറഞ്ഞാൽ എടാ, നമ്മള് പണ്ട് തൊട്ട്, അതായത് TV-യുടെ ഫോർമേഷൻ സ്റ്റേജ് തൊട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മുടെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞൊരു സാധനം എന്ന് പറയണത് ഇതാ. അപ്പോൾ നമുക്കതൊരു നല്ലൊരു ഗോഡൗൺ വേണം, മറ്റേ സ്റ്റോറേജ്, മെഷീനറീസ്, ഓഫീസ്, എല്ലാം വേണ്ട, ട്രാൻസ്പോർട്ടേഷൻസ് എല്ലാം ഉള്ള ഒരു സംഭവം. ഈ അണ്ടി ഫാക്ടറി പണിയുന്ന സമയത്ത് മെയിനായിട്ട് ഞാൻ പറയാം, ജോഗിക്ക് ഒരു ഓഫീസ്, അപ്പാപ്പനൊരു ഓഫീസ്, ചന്ദ്രൻ്റെ ഓഫീസ്, എനിക്കൊരു ഓഫീസ്. മനസ്സിലായി? അത് അത്രയും സാധനം കൂടെ അതിനകത്ത് ഇൻവോൾവ് ആവണം. ഓക്കെ സെറ്റ്. നീ പയ്യെ സമയം എടുത്ത് പണിതാ മതി കേട്ടാ. ഇത് എനിക്ക് ഫസ്റ്റ് അത് തന്നോണ്ടേ അണ്ണാണ് ഫസ്റ്റ് വർക്ക് എനിക്ക് കൊടുക്കത്തെ ടെൻഷനും നീറ്റ് ആൻഡ് ക്ലീൻ. നീ എല്ലാവരോടും ചോദിച്ചു നോക്കാം അഭിപ്രായം. എന്നുവെച്ചാൽ ഞാൻ പറയട്ടെ, ചില വൈമാപ്പുകൾ കൊണ്ടുവരുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഈ പറയണതുപോലെ ഭയങ്കര ഒരു ചില സാധനങ്ങൾ കാണുമ്പോൾ ആർട്ടിഫിഷ്യൽ ഒക്കെ. ഇതൊരു നല്ലൊരു ഇന്റീരിയർ ഉള്ള, നമ്മൾ വെളിയിൽ നിന്ന് ഒരു ഷോറൂം ഒക്കെ കാണുന്നത് പോലെ ഉണ്ട്. സത്യമായിട്ട് ഞാൻ സീരിയസ് ആയിട്ട് പറയാം, നല്ല രസമുണ്ട് കാണാൻ. നീറ്റ് ആൻഡ് ക്ലീൻ സാധനം. അതല്ല ഞാനപ്പേ അണ്ണാ, ഇതെങ്ങനെ തീർക്കാൻ വേണ്ടി ഒരു 36 മണിക്കൂറായിട്ട് ഉറങ്ങിയിട്ടില്ല. ഫസ്റ്റ് വർക്ക് എനിക്കൊരു 36 മണിക്കൂർ നിനക്ക് ചത്തുപോകും. അല്ല, ഞാൻ ശരിയായതാ, ചത്തുപോയി അവൻ. ആത്മാവ് മാത്രമേ ഇവിടെ. എടാ, പിന്നെ നമ്മുടെ ബാബു ഇല്ലേ, ബാബു വരുമ്പോ അവൻ ഇതൊക്കെ കാണുമ്പോ വിഷമോ. അവനെയും കൂടെ കുറെ ഫോട്ടോയിലും പടത്തിലും ഒക്കെ കൊണ്ടുവരണം കേട്ടോ. ഭയങ്കര ഈഗോ ആവും.
ഞാന് കൊറേ തപ്പിത് കിട്ടണില്ലേ അത് ഉള്ളത്. നമ്മുടെ അപ്പുക്കുട്ടനോട് പറഞ്ഞാൽ എടുത്തൊരു ഫോട്ടോ എടുത്തു തരും അപ്പുക്കുട്ടൻ നല്ല. ഓക്കെ ഓക്കെ നമുക്ക് പുതിയ ലോഗിൻ പുതിയ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാം. ഞാനിപ്പോ ഇന്ന് വേണ്ടി ഒരു ഇത് സെറ്റ് ചെയ്ത് എന്റെ റൂം പണിയുമ്പോ എന്റെ റൂമിനകത്ത് ഞാനും ബാബുവോട് നിൽക്കുന്ന ഒരു നല്ല ഫോട്ടോ വേണം. ഓക്കെ 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 കേട്ടാ? അത് മറ്റേ സ്ഥലത്തേക്കല്ലേ? ആ മറ്റേത് മറ്റേത് ആ പൊളിച്ചു കളഞ്ഞിട്ട് നമുക്ക് അസോസിയേറ്റ്സ് അവിടെ വെച്ചാലോ? കേട്ടില്ല. എലിവിദ്യാലയ പൊളിച്ചു കളഞ്ഞിട്ട് അത് നല്ലൊരു പ്ലാനാണ്. അല്ലെ വേണമെങ്കിൽ അണ്ടി ഫാക്ടറി വേണം അതിന്റെ മണ്ടയ്ക്ക് പണിയാം. അത് നല്ലതാണ്. സത്യം സ്കൂളിന്റെ ഒരു ഉപയോഗമില്ല. ബാഡ് ബോയ്സ് ആ ഓഫീസേ ബാബുവിനോടൊന്നും പണിയെങ്കിൽ പറ്റുമെങ്കിൽ പണി കേട്ടോ. ഞാനിങ്ങനെ ഓരോന്ന് കൂട്ടുമല്ല. ഇവിടെയാണോ അതോ? അതല്ല ഇവിടെ അല്ല അവിടെ സെറ്റ് ന്യൂ ഗണ്ണ് കാണിക്കാൻ പറയുന്നു. അപ്പ ഇവിടെ പുതിയ ഗണ്ണുണ്ടോ അപ്പ? ഇവിടെ ഇല്ല, അത് വേറെ ടെസ്റ്റ് വേറെ സെർവറാണല്ലേ? അല്ലെങ്കിൽ ഞാൻ റിവീൽ ചെയ്യാറുന്നത് ചെയ്തല്ലേ? സുൽത്താന് ശേഷം അത് സുൽത്താന് ശേഷം എന്റെ അടുത്ത റിവീൽ സുൽത്താന് ഞാൻ റിവീൽ ചെയ്തല്ലേ? സുൽത്താന് ടെസ്റ്റ് ഡ്രൈവ് എല്ലാം നടത്തിയത് ഞാനാണ്. അതോടുകൂടി സുൽത്താൻ പോയി. അയ്യോ പക്ഷെ വാസവൻ തൊട്ടതെല്ലാം പൊന്നായിട്ടേ ഉള്ളു. വാസവനെ ഞാൻ തൊട്ട പോയത് ഇവന്മാര് മാത്രമേ ഉള്ളൂ. എന്റെ നെഞ്ചത്തോട്ട് കയറുന്നത് അവിടെ ഞാൻ അണ്ടി ഫാക്ടറി അല്ല, അവിടെ ഞാൻ ബാറാണ് പണിയാൻ പോണത്. നീ നോക്കിയിരുന്നു. നീ ഒരു ദിവസം പോയിട്ട് നിന്റെ കൊക്കിനെയും കൊളയട്ടയൊക്കെ കാണാൻ വരുന്നതിന്റെ അന്ന് നീ ഒരു ദിവസം വരുമ്പോ അവിടെ ബാറിൽ ആൾക്കാർ ക്യൂ നിൽക്കുന്നതായിരിക്കും നീ കാണാൻ പോണത്. എഴുതി വെച്ചോ അവളുടെ സത്യം. സ്ത്രീ വീട്ടിൽ തൂക്കത്തില്ലേ വേണ്ട? നിനക്ക് ബുദ്ധിയില്ലേ നിനക്ക്? ചോറാണോ പിണ്ണാക്കാണോ? തിരിച്ച് നമുക്ക് ഗാംഗസിലോട്ട് പോകാം. ഏതായിരുന്നു നമ്മുടെ വണ്ടി? അപ്പാപ്പ സത്യം പറഞ്ഞോ, ഞാൻ വേണ്ടാന്ന് വെച്ചേക്കുന്നുണ്ടാ. പക്ഷെ അപ്പാപ്പനൊന്നും വിചാരിച്ചാൽ പോലും പെണ്ണ് കിട്ടത്തില്ല ഇപ്പൊ സിറ്റിയില്. അപ്പാപ്പന്റെ ആ ലഗസി ഒക്കെ പോയി. പണ്ട് കാർലോയെ തട്ടിക്കൊണ്ട് പോണ സമയത്ത് അപ്പാപ്പൻ ഒരു പെങ്കൊച്ചിന്റെ കൂടെ പോയിരുന്ന് കിന്നരിച്ചോണ്ടിരുന്നതാണ്. ലാസ്റ്റ് ആയിട്ട് അപ്പാപ്പനെ ഞാൻ ഒരു പെണ്ണിന്റെ കൂടെ കാണണം. മനസ്സിലായ? അതൊക്കെ എന്തൊരു ഒലിപ്പീരായിരുന്നു റിയയില്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒലിപ്പിച്ച് ഇറക്കിയൊക്കെ ഇരിക്കണമായിരുന്നു ആ സമയത്ത്. ഏത് കാലത്ത് കാർലോയെ നമ്മള് പൊക്കിക്കൊണ്ട് പോയില്ലേ? ടി വി വേഴ്സസ് KV നടന്നില്ലേ? ആ സമയത്ത് അപ്പാപ്പനെ ഒരു പെങ്കൊച്ചിനെ വിളിച്ചോണ്ട് ഒരു ഇതിനകത്ത് പോയിട്ട് അവളെ ഇങ്ങനെ എല്ലാം പഠിപ്പിച്ചും പറഞ്ഞും കൊടുത്ത് ഒലിപ്പിച്ചിരിക്കുവായിരുന്നു. ഞാൻ വേണമെന്ന് വെച്ച് ഒന്ന് അറിഞ്ഞിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പാപ്പ അതിനകത്ത് ഒരു ട്രാൻസിഷൻ ഉണ്ട്. അപ്പാപ്പ ഇങ്ങനെ കിന്നരിച്ചോണ്ടിരുന്നിട്ട് വണ്ടി ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ പോലെ അതൊക്കെ എനിക്ക്. അന്ന് ഞാൻ പ്രാകാത്ത പ്രാക്കില്ല. ആ കൊച്ചിനെ കഷ്ടപ്പെട്ട് വളച്ച് ഞാൻ ഇങ്ങനെ മടക്കി ഒടിഞ്ഞു എത്തിയ സമയത്താണ് നിങ്ങളെ തട്ടിക്കൊണ്ട് പോയത്. കാരണം എന്റെ തല ഫാൻ വരെ വീണിട്ടുണ്ട് ആ സമയത്ത്. ഇതൊക്കെ എന്റെ തലയ്ക്ക് മുകളിലുണ്ടെന്ന് എനിക്ക് അന്നേ അറിയാവുന്ന കാര്യമല്ലേ? ഇപ്പൊ അപ്പാപ്പ ചത്തു പോണേന്നാണ്. ഞാൻ ചത്തുപോയ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി നന്നാവുന്നാണ് പറയണേ. അത് കണ്ടില്ലേ അപ്പാപ്പനത്? എന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് ഇവൻ ചത്തുപോയ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി നന്നാവും അതൊക്കെയാണ് പറയണേ. എനിക്കറിയാം, ഇതെല്ലാം എന്റെ തലയിലുണ്ട്. വാസവനെ വിവരമില്ലായ്മ അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്ന നമ്മൾ പറഞ്ഞിട്ട് കാര്യം. ഗോഡ്സില്ല ഇവിടെ ഉണ്ടോ? ഗോഡ്സില്ല ഉണ്ട് എന്ന് തോന്നുന്നു. ഒന്നൊന്ന് എടുത്ത് കാണിച്ചു കൊടുക്കും ഇവരെ ഒന്ന്. എല്ലാരും ഒന്ന് പറയാനോട് ഗോഡ്സില്ല. എനിക്ക് ഫോൺ ഇത് ഗ്രൂപ്പില് നിങ്ങളൊന്നും കാണാത്തത് കൊണ്ടാ നിങ്ങൾ ഇതുകൊണ്ടും. കാണിക്കാൻ വാസവൻ പറഞ്ഞതാ. അതിന്റെ ഫോൺ കൂടെ എന്തായിരുന്നു നമ്മത്തിന്? ഞാൻ പറഞ്ഞുതരാം. XGV ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. അത് ഏത് സെർവറിലും സൂസൻ വരും ഈ ആഴ്ച വരെ. സൂസൻ
ബാഡായ എണ്ണ അയ്യേ സീനിലടാ ഓൾ ഗുഡ് ചില്ല്. ഇതിന് മുകളിലൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ കുറെ. ഓൾ ഗുഡ്, അതൊന്നും ഓക്കെയില്ല, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം ഈ പ്ലേയേഴ്സ് തമ്മിലുള്ള പ്രശ്നം നമുക്ക് പിന്നെയും തീർക്കാം. ഇവന്മാര് വെളിയിലിരുന്ന് ഇങ്ങനെ ഇത് പറയണമെന്ന് പറഞ്ഞാൽ പറ്റി ഇത് ഈ ലെവലൊക്കെ ചിന്തിക്കുന്ന ഇവന്മാര്, മനസ്സിലായ? ഈ ലെവലിലൊക്കെ ഇവർ ചിന്തിക്കുന്നേ. വൺ ഡേ ഞാൻ ഇത് ആരെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ആൾക്കാർക്ക് സമയമായപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ചില സാധനങ്ങൾ ചിലപ്പോൾ ചില വർഷങ്ങളൊക്കെ എടുത്തായിരിക്കും ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ ഞാൻ പറയുക, ഒരു ദിവസം ഇവർ സെൽഫ് എക്സ്പോസ് ആവുന്നൊരു ഡേ വെയിറ്റ് ഫോർ ഇറ്റ്. ഞാനാ പറയണം. മുണ്ടൊക്കെ എടുത്ത് വന്നാ കണ്ടില്ലേ മോലാൽ തന്നെ മോഹൻലാലിന്റെ പിണ്ടാട് എടാ അപ്പൊ ഇറങ്ങ വെളിയിലോട്ട് ഞാൻ വെളിയിലുണ്ടാവും. നീ ഇങ്ങനെ തല്ലാൻ പാടോടല്ലേ? അയ്യോ അല്ല നമ്മള് അത് ഇതാക്കില്ലല്ലോ. നിങ്ങളല്ലേ നമ്മളെ നാരദാ. എടാ ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഗൈസ്, ഞാൻ വേറൊരു കാര്യം പറയാം. ഓപ്പോസിറ്റ് ഒരു നമ്മുടെ കൂടെ കളിച്ച് കുറേ വർഷങ്ങളായിട്ട് ഉണ്ടായിട്ടും ഓപ്പോസിറ്റ് ഒരു ഗ്യാങ്ങിൽ കയറിയിട്ടും എന്താ പറയാ വലിയ പ്രശ്നങ്ങളൊന്നും വരാത്തത് നമ്മൾ നാരദനെ പോലുള്ള ആൾക്കാർ വളരെ കുറവാണ്. സത്യമായിട്ട് സീരിയസ് ആയിട്ട് പറയാം. അയ്യോ അവരുമായിട്ട് അടി ഉണ്ടാവുന്ന സമയത്ത് ആയാൽ പോലും ഈ നമ്മളെ പരിചയമുള്ള ഒരു ഗ്യാങ് കയറി അവിടെ തീർന്നു. നാളെ നാരദ ലൈവിട്ട് തള്ളി കളിച്ചോണ്ടിരിക്കണല്ലേ. അയ്യോ ജംബോസൺ പിന്നെ ഡസ്റ്റോടെ സ്റ്റോറി നോക്ക്. ഡസ്റ്റോടെ സ്റ്റോറി ഞാൻ കണ്ട്. അവൻ എന്നോട് ഇന്ന് മെസ്സേജ് പറഞ്ഞതേ ഉള്ളൂ. കാരണം എനിക്ക് ഉറപ്പാ ഈ സിറ്റുവേഷനിലൊക്കെ അവൻ്റെ അമ്മയെ ഡ്രാഗ് ചെയ്താലും ഞാനല്ലേ പറഞ്ഞേ. അപ്പം എന്നെ പറഞ്ഞോ അവൻ്റെയൊക്കെ അമ്മ എന്തിനാ ഡ്രാഗ് ചെയ്യണത്? ഞാനാണ് ഇന്നലെ, അതും ഞാൻ അങ്ങനെ ഇതായിട്ട് പറഞ്ഞതല്ല. നമ്മളിങ്ങനെ പറയൂലേ ചില കാര്യങ്ങൾ, നീയൊക്കെ മറ്റേ നീയല്ല നിൻ്റെ തന്ത വിചാരിച്ചാലും നടക്കത്തില്ല, അങ്ങനത്തെ ഒരു ഇതിൽ വന്നത് ആ സമയത്ത്, മനസ്സിലായി? അല്ലാതെ ഞാൻ മീൻ ചെയ്ത് വിളിച്ചതൊന്നുമല്ല. നീയല്ല നിൻ്റെ തന്ത വിചാരിച്ചാലും അമ്പിയുടെ തന്ത ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. അത് എങ്ങനെ വേണേൽ എടുക്കാൻ. എനിക്ക് കൺവേർട്ട് ചെയ്യാൻ താല്പര്യമില്ല. നീ വിളിച്ചാലും നീ ഒന്നും ഒരു കുന്തോ ചെയ്യാൻ പോകണില്ല, അത് വേറെ കാര്യം. ഞാൻ പക്ഷെ പറഞ്ഞത് അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ എന്താ നീ അമ്പിയല്ല അമ്പിയുടെ തന്ത വിചാരിച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, മനസ്സിലായോ? അപ്പോൾ അതിനെന്തെങ്കിലും പറയണമെങ്കിൽ ഓക്കെ, നീ എൻ്റെ അടുത്ത് പറഞ്ഞു. കൂട്ടത്തിലുള്ള അവൻ്റെ അമ്മ മരിച്ചു പോയിട്ട് ഇപ്പോൾ 1 വർഷം പോലും ആവണില്ല. അപ്പോൾ അവൻ്റെയൊക്കെ ചാറ്റിൽ പോയിട്ട് ഇമാതിരി ഊമ്പിത്തരം പറയണത് അതൊരു ഇതാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്നാൽ എനിക്കതിൽ റിഗ്രറ്റ് ഇല്ല. എനിക്കറിയാം, ഞാൻ എൻ്റെ അമ്മയ്ക്കും അറിയാം ഞാൻ നല്ലൊരു സേഫ് പൊസിഷനിലാണ്, നല്ല കുറച്ച് ആൾക്കാരുടെ കൂടെ ഇപ്പോൾ നിൽക്കുന്നതെന്നുള്ള കാര്യത്തിൽ അമ്മയ്ക്കും ഉറപ്പാണ്, എനിക്കും ഉറപ്പാണ്. അതുകൊണ്ട് എനിക്കതിലൊരു വിഷമമില്ല എന്നാണ് എൻ്റെ അടുത്ത് ഡസ്റ്റോ പറഞ്ഞത്. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. അതൊക്കെ ഇവന്മാരുടെ ഫ്രസ്ട്രേഷനില്ല. ഇവന്മാരൊക്കെ ഗ്യാങ് ആവട്ടെ. ടി വിയെ പോലെ ഒരു 5-6 വർഷമൊക്കെ എക്സിസ്റ്റ് ചെയ്യുമെന്നും അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്യുമെന്നും നമുക്ക് നോക്കാം. അപ്പാ ഇവിടെ ഉണ്ടോ? വണ്ടി ഉണ്ടോ? ഇല്ലെങ്കിൽ ഇറങ്ങാനാ. മെയിൻ സർവർ ഇല്ല, ഇനി മെയിൻ സർവർ കയറുന്നില്ല കൈസ്. ഇത്രേ ഉള്ളൂ, ഇന്നത്തെ ഇത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ കേൾക്കാനുണ്ട്. അതെല്ലാം കേട്ടിട്ട് പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകുള്ളൂ. എനിക്കിത് ഇതാക്കാൻ വയ്യ. ഇതിലോട്ട് നമ്മളെ വലിച്ചിട്ടത് കൊണ്ട് നമുക്കിനകത്ത് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പറയുന്നു പോകുന്നു, മനസ്സിലായോ? കഴിഞ്ഞു. അല്ലാതെ നാളെ ഈ അച്ചിപ്പട്ടിയൊക്കെ വന്നിരുന്ന് ഇത് എന്ത് കുറച്ചാലും മൈൻഡ് പോലും ചെയ്യാൻ പോകത്തില്ല. നാളെ നമ്മുടെ RP കണ്ടിന്യൂ ചെയ്യും. നമ്മുടെ RP മറ്റേ നാളെ പ്ലാൻ ചെയ്ത് ഓൾറെഡി വെച്ചിരിക്കുക. പിന്നെ കുറച്ചാലും ഒന്നുമില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ ലൈവ് കഴിഞ്ഞതിന് ശേഷം പറയും. ഡ്രൈവിംഗ് ഉണ്ടോ? എടാ ഇനിയിപ്പോൾ കുറച്ച് നേരം ഞാൻ ഇവിടെ ലൈവിലുണ്ടാവും. ജൂൺ 11 എൻ്റെ ബർത്ത്ഡേ ആണ്, വേൾഡ് പോപ്പുലേഷൻ ഡേ. നല്ല ദിവസമാണല്ലോടാ പോലെ നീ ജനിച്ചത്. പോപ്പുലേഷൻ ഡേ തന്നെ. എടാ വെരി വെരി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ഇൻ അഡ്വാൻസ്. എടാ അപ്പാപ്പാ അപ്പാപ്പനെ ഇടിച്ചു പോലടാ LX2. അപ്പാപ്പനെ നമുക്ക് 2 പേർക്കും മാറി ഇടിക്കാം. വാ
നിന്നെക്കുള്ള എല്ലാ ദേഷ്യം വെച്ചിടി. ഗോഡ് മോഡാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ സൗണ്ട് കേട്ടെങ്കിൽ നോട്ടീസ് ചെയ്യുവാള്. ലോയൽറ്റി പോയിന്റ് ഇത് ടെർസറാണ്. ഇവിടെ ലോയൽറ്റി പോയിന്റ് ഒന്നും ഇല്ല. ഇവിടെ ഇല്ല, അത് ലോയൽറ്റി പോയിന്റ് ഒന്നും ഇല്ല. ആദ്യമായിട്ടാണ് വാസുവിന്റെ ഇജാതി തെറി പറയുന്നത്. എടാ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, എന്നെ ഇതിന് മുമ്പത്തെ സിറ്റുവേഷനിൽ KV ആയിട്ടുള്ള സാധനങ്ങളിലും DG ആയിട്ടുള്ളതിലാണെങ്കിലും പറയാൻ അറിയാൻ പാടില്ലാത്ത ഒരുത്തിനല്ല ഞാൻ. നല്ല വിളി ഞാൻ വിളിക്കും, നല്ല വിളി. പക്ഷെ ഞാൻ ഒരാഴ്ച മുമ്പ് ലൈവിൽ ഞാൻ നിങ്ങൾക്ക് തന്നൊരു വാക്കിൻ്റെ പുറത്താണ് ഞാൻ മിണ്ടായിരിക്കണം, മനസ്സിലായ? എനിക്ക് വിളിക്കാൻ അറിയില്ലെന്നുള്ളതേ ഒരു 5 വർഷം 6 വർഷം മുമ്പത്തെ ക്ലിപ്പൊക്കെ കിടപ്പുണ്ട്, MRC ഈഗിൾ തൊട്ടുള്ളത്. എടുത്ത് നോക്കിയാൽ മതി. അവൻ്റെ ചെവി പോയിട്ട് അവൻ 10 എടുത്ത് പോയി കുളിച്ചാൽ പോലും അവൻ്റെ ചെവി ക്ലീൻ ആവില്ല. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ വിളിക്കാത്തത്. പ്രൈമറി ബ്ലാക്ക് ഇട്ടാ മതി അപ്പാ. ഞാൻ മാറ്റിട്ട് പക്ഷെ റെഡും കൊള്ളാല്ലേ അണ്ണാ? ഇതിന് ശരിയായ കളർ ഏതെന്നറിയോ? മാറ്റ് ബ്ലാക്ക്, ശരിയായ സാധനം. പക്ഷെ റെഡും കൊള്ളാം. റെഡ് കൊള്ളാം. ഷേക്ക് ഇങ്ങനെ വിളിക്കുമെന്ന് കരുതിയില്ല. എടാ നിങ്ങൾക്ക് മാത്രമുള്ളത് അറിയാത്തേ, എനിക്കറിയാം. ഇതാണ് ഞാൻ അമ്പി ഇത്ര നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്, മനസ്സിലായോ? നിങ്ങളുടെ മുമ്പിൽ വന്ന് ഫേക്ക് മാന്യം നടിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് മാന്യം കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇത്രയും നാൾ. അപ്പോൾ പുള്ളിയുടെ റിയൽ ഫേസ് ഇന്ന് നിങ്ങൾ കണ്ട്. എനിക്കിത് മതി. ഇതാണ് പുള്ളിയുടെ ശരിക്കുള്ള ഫേസ്, മനസ്സിലായോ? എല്ലാവരുടെ പോയിരുന്ന ഈ അപരാധമാണ്. ഇത് നിങ്ങൾ കണ്ട്. ഇത് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ശരിക്കും പറഞ്ഞ റെഡ് മതി, റെഡ് കൊള്ളാം. അയ്യോ അപ്പ വണ്ടി പോയോ? മാറ്റാൻ പോയി, കൊണ്ടുപോയി. KV vs TV മാത്രമൊന്നും അല്ല ഗൈസ്, KV vs DC ഒക്കെ കാണണമായിരുന്നു നിങ്ങൾ പഴയത്. KV vs DC ELD എൻ്റെ അമ്മോ. കണ്ടിരുന്നേ പുറത്തോട്ട് വന്നിട്ട് ഓർമ്മിക്കാൻ പോലും താല്പര്യമില്ല. മാസ്, അയ്യോ TV vs മാസ്, അത് മറന്നുപോയി. TV vs മാസ് ഞാനും സേതു ഒക്കെ ഉണ്ടല്ലോ, കട്ടക്കായിരുന്നു. സേതു സ്കെച്ച് നീ EVX മറ്റേ ആക്കിട്ട് കളിച്ചോനല്ലേ നീ? അല്ലേ പ്യുവർ പ്ലെയർ. കളിക്കുന്ന PO വരെ എന്റെ അണ്ണന്റെ POക്ക് എന്തോ പ്രശ്നമുണ്ട്. നമ്മള് ചുമ്മാ ബേസിക് കൊണയായിട്ടുണ്ട്. ഇതൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെയായിരുന്നു ലെജൻഡറി അടികൾ. പിന്നെ MS-13 തുടക്കത്തില് അയ്യോ സൈഡ് ട്രാക്കിനെയൊക്കെ വെച്ച് അവരാധിക്കുമായിരുന്നു. നമുക്കിപ്പോ ഇറങ്ങാം, വണ്ടി കണ്ടിട്ട് ഇറങ്ങാമേ. പുലിക്കാട്ടിൽ ചാർലി, ഗുഡ് ഓൾഡ് ഡേയ്സ്. പക്ഷെ അതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടല്ലോ, അന്ന് ഈ റിയൽ ലൈഫിലെ പെണ്ണേഴ്സ് തപ്പി മറ്റേ അത് തപ്പി ആരും പോത്തില്ലായിരുന്നു. അന്ന് പറയാനുള്ള കാര്യങ്ങളൊക്കെ മറ്റേ ഇതായിട്ടങ്ങ് പറയുമായിരുന്നു, മറ്റേ മനസ്സിലായി സിറ്റുവേഷനിലുള്ള. കഴിഞ്ഞിട്ടാണ് ട്രെൻഡ് മാറിയത്. അത് കഴിഞ്ഞ് സിറ്റിയിലിരുന്ന് അവരാധിക്കുമായിരുന്നു. സിറ്റിയിലിരുന്ന് മറ്റേ കില്ലെടുക്കത്തില്ല, അതെടുക്കത്തില്ല. അതൊക്കെയായിരുന്നു അന്നത്തെ അപരാധം എന്ന് പറയണത്, മനസ്സിലായ? അല്ലാതെ പെണ്ണേഴ്സ് തപ്പിപ്പോണ തന്തയില്ലാത്തൊരു. അപ്പൊ ഇത് നമുക്കൊന്ന് സിറ്റിയിൽ കൊണ്ടുവരണം. അപ്പൊ നമ്മുടെ പിന്നെന്താ 3 വണ്ടിന്റെ വാസവന്നെ ഇതിലൊരെണ്ണം മാറ്റിട്ടില്ല. ഇതെനിക്ക് കേറാൻ പറ്റുന്നില്ല. ഞാൻ ഡ്രൈവർ സീറ്റിലോട്ടാ ബഗ്ഗായി കേറിയ. ഇത് മറ്റേ അപ്പൊ ഇതിന് ഡോർ ബഗ് ഉണ്ട്. അപ്പൊ മറ്റേ അർലിൻ പോലെ അത് ഫിക്സ് ചെയ്യണം. എന്താ ചെയ്തേ? ഞാൻ ഒന്നും ചെയ്തില്ല. അതങ്ങനെ പോയി. വണ്ടി എല്ലാം ഡീവ് ചെയ്യാൻ തോന്നുന്നു. എന്റെ വണ്ടിയൊക്കെ കാണാനില്ല. ബാക്ക് ടു റെഡ്. അപ്പൊ ഇതാണ് വണ്ടി.
അപ്പൊ ഇതങ്ങ് മെയിൻ അമ്പത്തൂർ എന്ത് ആ ഡോർ ഫിക്സ് ചെയ്തില്ല ഇതുവരെ. പക്ഷെ അപ്പൊ ഇത് ഓഫ് റോഡൊക്കെ കേറുവോ? ഇത് ഇങ്ങനെ തട്ടി നിക്കൂലേ? കൊരുക്കാൻ ചാൻസ് ഉണ്ട്. കൊരുക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഭയങ്കര താന്നിരിക്കുവല്ലേ. അപ്പൊ 6 കളിക്കും. നീ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കിയ കുത്തിത്തിരിപ്പിന്റെ അത്ര ആരും ഉണ്ടാക്കിയിട്ടില്ല. എടാ ഇവിടെ ഒരുപാട് ഗ്യാങ്സ് ഉണ്ട്. അവരുമായിട്ടൊക്കെ പ്രശ്നമായിട്ടുണ്ട്. അത് സോൾവ് ആയിട്ടുണ്ട്. അവർ ഒരുമിച്ച് നിന്നിട്ടുമുണ്ട്. മനസ്സിലായ? അത് എന്താണെന്ന് അത് ഈ ഗെയിം കളിക്കുന്നവർക്ക് മനസ്സിലാവും. നിന്റെ വീട്ട് അമ്മയുടെ മൊബൈൽ മേടിച്ച് കുത്തിയിരുന്ന് ഇതാക്കിക്കൊണ്ടിരിക്കുന്നത് നിനക്കൊരിക്കലും അത് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവാൻ പോണില്ല. അത് ഹലോ, എനിക്ക് ലോഡാവണല്ലോ. ഇത് വൈറ്റാ. ഹേറ്റടത്തിന്ന് വളർന്നു വന്ന നിന്നൊക്കെ ഇനി ഇംപ്രസ് ചെയ്താലും എടാ നിന്റെയൊക്കെ തനിക്കോണം അറിഞ്ഞത് ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് ഉള്ളോപ്പിയുടെ ആ ഇൻസിഡന്റ്. അങ്ങനെ ഒരു നല്ല കാര്യം ടിവിയുടെ സൈഡിൽ നിന്ന് ചെയ്തപ്പോ പോലും W കൊട്ട ചട്ടി അണ്ടി എന്ന് പറഞ്ഞ് സ്പാം ചെയ്തുകൊണ്ടിരുന്ന നിന്റെയൊക്കെ തനിക്കോണം നമുക്ക് TV ഓഡിയൻസിനടക്കം എല്ലാവർക്കും കണ്ട് മനസ്സിലായ ഒരു കാര്യം അന്നാണ്. മനസ്സിലായത്? പിന്നെ എൻ്റെ ബർത്ത്ഡേ ആയിക്കോട്ടെ എല്ലാത്തിനും. അപ്പം നിന്റെ ഒന്നും ഹെയ്റ്റ് ഒന്നും ഒരിക്കലും പോകത്തില്ല. ഇനി അതിന് ആ ഗ്യാങ്ങിൽ കളിക്കുന്ന ഒരുത്തൻ നിന്റെയൊക്കെ വീട്ടിൽ വന്നിരുന്ന് തന്തലാഴി പറഞ്ഞാലും നീയൊക്കെ പറയും മറ്റവന് മാർക്കെതിരെയല്ലേ ഇവൻ നിൽക്കുന്നത്, ഇതിനെ ഞാൻ അച്ഛന്ന് വിളിക്കാം. അങ്ങനെയാ നീയൊക്കെ ഉള്ളോപ്പിയല്ല. ജാസ് ഇവൻ മറ്റവർക്കെതിരെയുള്ള ഇവനാ ഇങ്ങോട്ട് എൻ്റെ അച്ഛൻ, ഇവനെ അച്ഛന്ന് വിളിക്കാം എന്ന് പറഞ്ഞ് താങ്ങി നോക്കുന്നു. ഇന്ത്യയുടെ മാച്ച് കണ്ടറാ 76 നോളോ കിട്ടോ. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെലക്ഷൻ കമ്മിറ്റിയുടെ ഒക്കെ കാണിക്കുന്ന ഓരോ പരിപാടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടതേ ഇല്ല ലാസ്റ്റ് ഇന്ത്യയുടെ 2 കളി. ഇനി ഓഡിയോ വരുമ്പോൾ കാണാം. 2020 കാണുന്നില്ല. ഇത്രയും നല്ല പ്ലേയേഴ്സ് ഇരുന്നിട്ട് എല്ലാത്തിനും എടുത്ത് മാറ്റിയിട്ട് ചുമ്മാ അപ്പരാച്ചുകളെ കൊണ്ടിട്ട് കളിപ്പിച്ച് കളിയും തോറ്റും നാണവും കിട്ടുക കാണാൻ വയ്യ. ഇനിയും രോഹിത്തും കോഹ്ലിയൊക്കെ വരുന്ന സമയത്ത് ഓഡിയോ കാണാം. എല്ലാവരും ആ സ്റ്റാൻഡിലോട്ട് വന്നാൽ തീരുമാനമാരുടെയൊക്കെ പ്രശ്നം. ഇത് ഓഫ് റോഡ് വലിയ ഒരുക്കൂല. പക്ഷെ എന്താ ഉള്ളിത്തുലി പൊളിഞ്ഞു പോന്നാ. ഹലോ, എവിടെ പോയി? ഞാൻ കണ്ടില്ലേ സെർച്ച് ചെയ്തു. ഭയങ്കര വെയിറ്റ് കുറവാടാ വണ്ടിക്ക് ഭയങ്കര വെയിറ്റ് കുറവാ. ഇല്ല, വണ്ടി തിരിച്ചു വരും. പക്ഷെ വെയിറ്റ് ഇല്ല ഒട്ടും. ഒരു വണ്ടി വന്ന് പിറ്റ് ചെയ്താൽ പറന്നു പോകും. ഒട്ടും വെയിറ്റ് ഇല്ല വണ്ടി. വെയിറ്റേ ഇല്ല വണ്ടിക്ക്. അപ്പൊ ഇച്ചിരിയെങ്കിലും വെയിറ്റ് ഉള്ളത് അപ്പാപ്പൻ ഇരിക്കുന്നുണ്ടാ. വണ്ടി പക്ഷെ നല്ല ലുക്കില്ല കാണാൻ. നല്ല രസമുണ്ട് കാണാൻ. ഭയങ്കര ലോഡായിട്ട് കിടക്കണം. അലോയ്സ് നോക്ക്, അലോയ് നോക്ക്, എന്ത് രസം. അപ്പാ ഞാനിപ്പോഴേ VC-ലോട്ടൊന്ന് പോവാ. എനിക്ക് കുറച്ച് പരിപാടി ഉണ്ടേ. ഞാൻ ഫുഡ് കഴിച്ചിട്ട് ജോയിൻ ചെയ്യാം.